കഴിഞ്ഞ വീക്കെൻഡ് ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ണിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ആയാൽ അത് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ബർത്ത്ഡേ എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാം. ഓരോ വർഷം കഴിയുന്തോറും പ്രായം കൂടി പോവാണല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് നമ്മൾ ഓരോ കൊല്ലവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് എന്തൊക്കെ പെടാപ്പാട് പെട്ടിട്ടായിരിക്കും ഇത്രയും വരെ എത്തിയിട്ടുണ്ടാവുക. ചിലർക്ക് അവരുടെ ചില വർഷങ്ങൾ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, എന്നാൽ ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. മാത്രമല്ല ഓരോ ബർത്ത്ഡേക്കും പ്രായം കൂടി പോവുകയാണല്ലോ എന്ന് ചിന്തിക്കാതെ മെൻ്റലിയും ഫിസിക്കലിയും ഹെൽത്തി ആയിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും ശ്രമിക്കുക. ബാക്കിയുള്ളവരെ സ്നേഹിക്കാനും അവർക്കും കുറച്ച് സന്തോഷം നൽകാനും ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം കളർഫുള്ളാകും. അപ്പോൾ പറഞ്ഞു വന്നത് ഉണ്ണിയുടെ ബർത്ത്ഡേ. ഞങ്ങളന്ന് ചെല്ലുന്ന അവന് ഒരു പിടി ഉണ്ടായിരുന്നില്ല. എന്തായാലും ആള് സർപ്രൈസായി. ചെന്ന് പാട്ടൊക്കെ പാടി കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് അതിൻ്റെ മേളിൽ വെച്ചിട്ടുള്ള മെഴുകുതിരി ഊതിക്കെടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ സന്തോഷ ജന്മദിനം പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഓരോ ചെറിയ പീസുമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്യാനിരുന്നു. കുറച്ച് പഴയ പാട്ടുകൾ കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലുള്ള ലാലേട്ടൻ്റെ പാട്ടുകളാണ് കൂടുതലും ഞങ്ങളന്ന് പ്ലേ ചെയ്തത്. ഇപ്പോൾ ഉള്ള എൻ്റെ മക്കൾക്ക് വരെ ഇഷ്ടമുള്ള പാട്ടാണ് പടകാളി. ഈ പഴയ പാട്ടുകളൊക്കെ HD 4K ഒക്കെ കാണുമ്പോൾ ഉള്ളൊരു സുഖം അതൊന്ന് വേറെ തന്നെയല്ലേ. അങ്ങനെ കുറച്ച് നേരം ചില്ല് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഡിന്നറിങ് എത്തി. ഇന്ന് കുറച്ച് കൂടുതൽ ഐറ്റംസുള്ള ഗ്രാൻഡ് ഡിന്നറായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് പിസ്സ വാങ്ങി, കൂടാതെ ശില്പ വീട്ടിൽ ബീഫ് കറി ഉണ്ടാക്കി. നമ്മൾ മലയാളികൾക്ക് ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട മുഖ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ പൊറോട്ടയും ചപ്പാത്തിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ശില്പയുടെ പാസ്ത റെസിപ്പി ഇവിടെ പിള്ളേർക്ക് ഫേവററ്റ് ആയതുകൊണ്ട് അവൾ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കേക്കും പിസയൊക്കെ കഴിച്ച് അത്യാവശ്യം വയറ് നിറഞ്ഞെങ്കിലും ശില്പ ഉണ്ടാക്കിയ ബീഫ് കറി ട്രൈ ചെയ്യാതെ പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ബീഫും പൊറോട്ടയും കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചു. അതും വേറെ ലെവലായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഫോട്ടോയും ഒക്കെ എടുത്ത് ഉണ്ണിയുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റിയ സന്തോഷത്തിൽ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.